നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ 4 hours നീളമുള്ള ഒരു സിനിമ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടു. നോ, ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദ ഡയറക്ടേഴ്സ് കട്ട് ഓഫ് കമ്പറ്റി പടം. അതവർ സത്യം റിലീസ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് ദിസ് ഈസ് എ മൂവി കോൾഡ് ലോറൻസ് ഓഫ് അറേബ്യ, ഡയറക്റ്റഡ് ബൈ ഡേവിഡ് ലീൻ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു പ്രോപ്പർ ഇൻ്റർമിഷനുള്ളൊരു ഹോളിവുഡ് ഫിലിം കാണുന്നത്. മേ ബി ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ ഇൻസൈൻ ഡ്യൂറേഷൻ ഓഫ് ദ ഫിലിം. പക്ഷേ ഐ എം പ്രിറ്റി ഷുവർ ദാറ്റ് ഇറ്റ്സ് നോട്ട് ദ ഫസ്റ്റ് ഫിലിം ടു ഹാവ് ആൻ ഇൻ്റർമിഷൻ. ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ ഇറ്റ് ടോൾഡ് മീ ദാറ്റ് ബാർഡ് ടോൾഡ് മീ ദാറ്റ് ഗോഡ്ഫാദർ ഫസ്റ്റ് ഹാഡ് ആൻ ഇൻ്റർമിഷൻ. ബട്ട് ദെൻ ഞാൻ പിന്നെ ഫർദർ റിസർച്ച് ചെയ്തപ്പോൾ അത് അവർ ഇൻ്റർമിഷൻ ഇടാൻ തീരുമാനിച്ചിട്ട് പിന്നെ അവരത് വിഡ്രോ ചെയ്തു. ആ തീരുമാനം വിഡ്രോ ചെയ്തു എന്നാണ് ഞാൻ കണ്ടത്. സോ ഗൂഗിൾ ബാർഡിനെ നമ്പാതെ. നൗ കമ്മിങ് ടു ദ ഫിലിം, ഇറ്റ്സ് എ സ്പെക്ടാക്കിൾ ബൈ ഓൾ മീൻസ്. നമ്മൾ ഇന്ന് കാണുന്ന ഈ സ്പെക്ടാക്കിൾ ഫിലിംസിൻ്റെ ഒരു അമരക്കാരൻ എന്നൊക്കെ വേണമെങ്കിൽ ലോറൻസ് ഓഫ് അറേബ്യനെ പറയാം. ഇത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കരുതിയിരുന്നത് ഇതൊരു ഫിക്ഷണൽ ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഫിലിം സെറ്റ് ചെയ്തേക്കുന്നതാണ്. ബട്ട് ഇറ്റ് വാസ് ഓൺലി ലേറ്റർ ആഫ്റ്റർ ദ ഫിലിം, ആഫ്റ്റർ ഐ ഗോട്ട് ഡൺ വിത്ത് ദ ഫിലിം, ഞാൻ മനസ്സിലാക്കിയത് ഇറ്റ്സ് ആൻ ആക്ച്വൽ പേഴ്സൺ. ആൻഡ് Lawrence of Arabia was a title given to him by the British. Initially, before the First World War, British Ottoman Empire support ചെയ്തിരുന്നു. But during the First World War, since Ottoman Empire supported Germany, British ഈ അറബ് നേഷൻസിൻ്റെ Ottoman Empire against ആയിട്ടുള്ള അപ്രൈസിങ്ങിനെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങി. ആൻഡ് ദാറ്റ് ഈസ് എ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ഓഫ് ദ ഫിലിം. ആൻഡ് ഐ ബിലീവ് ആ ഒരു ബേസ് അറിഞ്ഞിട്ട് നിങ്ങളിത് കണ്ടാൽ യു വിൽ അപ്രീഷിയേറ്റ് ദ മൂവി ബെറ്റർ. പിന്നെ ഫിലിമിൻ്റെ വേറൊരു ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ ഡയലോഗ് പറയുന്ന ഒരു സ്ത്രീ പോലും സിനിമയിൽ ഇല്ല എന്നുള്ളതാണ്. അത് എനിക്ക് ഭയങ്കര ഫണ്ണിയായിട്ട് തോന്നി. ബിക്കോസ് ദ മൂവി റൺസ് ഫോർ അറൗണ്ട് 4 hours ആൻഡ് വി ഡോണ്ട് സീ എനി ഫീമെയിൽ ക്യാരക്ടേഴ്സ് സ്പീക്കിംഗ്. അതിലാകെ ഒരു സീനിലാണെന്ന് തോന്നുന്നു യു എവർ സീ ലൈക്ക് എ ബഞ്ച് ഓഫ് ഫീമെയിൽ ക്യാരക്ടേഴ്സ് ടുഗദർ. അതും ലൈക്ക് ഒരു വാർ സീനിൽ നേഴ്സസായിട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്ന ഒരു സീനെന്തുമാണ് ആകെ സിനിമയിൽ ഞാൻ കണ്ടത് ഫീമെയിൽസ് ഉള്ളതായിട്ട്. പിന്നെ ഈവൻ ദോ ദിസ് റൺസ് ഫോർ ഓൾമോസ്റ്റ് 4 hours, ഇറ്റ്സ് ബ്രില്യൻ്റ്ലി പേസ്ഡ്. ഇന്നത്തെ കാലത്താണെങ്കിൽ ഇതൊരു 2-3 പാർട്ടായിട്ടൊക്കെ ഇറക്കാൻ ചാൻസ് ഉള്ളൊരു സിനിമയാണ്. അന്നത്തെ കാലത്ത് ഇറങ്ങിയോണ്ട് ഇറ്റ് റിലീസ്ഡ് ആസ് വൺ പ്രോപ്പർ ഫിലിം. പിന്നെ പേസിങ് ഒരു ഇച്ചിരിയെങ്കിലും കൈവിട്ടു പോയി എന്നെനിക്ക് തോന്നിയത് ആ ഒരു പോസ്റ്റ് ഇൻ്റർമിഷൻ പോർഷൻസിലാണ്. ബിക്കോസ് അതുവരെ പിന്നെ കഥ പറയാൻ അധികമില്ല. ലൈക്ക് യുനോ ആ മേജർ സംഭവങ്ങളെല്ലാം ഫസ്റ്റ് ഹാഫിൽ തന്നെ നടക്കും. ബട്ട് സ്റ്റിൽ അത് ഒരു നെറ്റ് പിക്കിങ് പോലെയാണ്. കാരണം ഈവൻ വിത്ത് എന്താ പറയുക ആ ഒരു കുറവുണ്ടെങ്കിൽ പോലും യു വോണ്ട് റിയലി നോട്ടീസ് ഇറ്റ്. സോ ഇറ്റ്സ് ഫൈൻ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ബിക്കോസ് അതിലോട്ട് കൂടുതൽ പോകുന്നതോറും നിങ്ങളുടെ ആ വ്യൂവബിലിറ്റീനെ അത് ചിലപ്പോൾ അഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ പ്ലീസ് വാച്ച് ഇറ്റ്. 100% റെക്കമെൻഡഡ്.